ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടില്ല. മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. തൊട്ടുപോറ് തന്നെ. എനിക്ക് രാജനെ കാണണ്ട. മാഡം, മാഡം, ഞാനിവിടേക്ക് വിളിച്ചത് രാജന് ബുദ്ധിമുട്ടായോ? എന്താ മാഡം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട്. മാഡത്തിന് എന്നോട് ഇത്ര അകൽച്ച ഉള്ളതുപോലെ. അത് സത്യമല്ലേ? ഞാൻ അതിനെ കുറിച്ചൊക്കെ അല്പം സീരിയസ് ആയിട്ട് സംസാരിക്കാനാ രാജുനെ ഇങ്ങോട്ട് വിളിച്ചത്. ഇവിടെയാണെങ്കി പിന്നെ പരിചയക്കാരുടെ ശല്യമില്ലല്ലോ. രാജന് പോവാൻ തിടുക്കൊന്നും ഇല്ലല്ലോ? എനിക്കൊരു തിടുക്കമില്ല മാഡം. അന്ന് എങ്ങനെയോ രാജു എന്റെ കഴുത്തില് താലി കെട്ടിയില്ലേ? മനസ്സോടെ അല്ലാതെ. മാഡം, അന്ന് എന്റെ കഴുത്തില് രാജു താലി കെട്ടാൻ കാരണം എന്റെ അമ്മയല്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അന്ന് രാജു എന്നെ കല്യാണം കഴിച്ചത് എന്റെ അമ്മ പറഞ്ഞിട്ടല്ലേന്ന്. അതെ. അപ്പോ എന്റെ അമ്മ തന്ന താലി കൊണ്ട് രാജു എന്നെ കല്യാണം കഴിച്ചത്. എന്താ ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ? മാഡം ചോദിച്ചത് ശരിയാ. മാഡത്തിന്റെ അമ്മ തന്ന താലിയുണ്ട് മാഡത്തെ ഞാൻ കല്യാണം കഴിച്ച. മീര എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് എന്റെ അമ്മയെന്ന് രാജുന് നേരത്തെ അറിയായിരുന്നല്ലേ? ഇല്ല മാഡം, എനിക്കറിയില്ലായിരുന്നു. രാജുന് അറിയായിരുന്നു? ഇല്ല മാഡം, സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു മാഡം. നോണ. രാജു നോണയാ പറയുന്നത്. അല്ല മാഡം, രാജു ഒരു നോണയനാ. മാഡം, ഇത് ഒരു പബ്ലിക് പ്ലേസാ. ആളുകൾ ശ്രദ്ധിക്കും. ശ്രദ്ധിക്കട്ടെ. എനിക്ക് പറയാതിരിക്കാൻ പറ്റൂ? രാജു എന്നെ പറ്റിക്കായിരുന്നു. മാഡം, ഉണ്ടായ സത്യം ഞാൻ തുറന്നു പറയാം. അത് കേൾക്കാനുള്ള ക്ഷമ മാഡത്തിന് ഉണ്ടാവണം. എനിക്കൊന്ന് കേൾക്കണ്ട രാജു. മാഡം കേട്ടേ പറ്റൂ. മാഡത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എന്റെ ആവശ്യം. അതുകൊണ്ട് മാഡം ഇത് കേൾക്കണം. അന്ന് എന്റെ അമ്മയുടെയും ആ രമ്യയുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ മാഡത്തെ മറന്ന് നാട് വിടാൻ ഞാൻ തീരുമാനിച്ചതാ. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട്.
സത്യം? അല്ല, ഇതൊന്നും സത്യമല്ല. ഒക്കെ നുണയാ. രാജു നുണയാ പറയുന്നത്. മാഡം, രാജു വീണ്ടും എന്റെ അമ്മയെ അന്വേഷിക്കുന്നത് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിക്കാനല്ലേ? അല്ലേ രാജു, അല്ലേ? മാഡം എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? അങ്ങനെയൊന്നും അല്ല. അങ്ങനെ തന്നെയാ, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. രാജു ഇതുവരെ എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ടില്ല. മാഡം, ഞാൻ പറയുന്നൊന്ന് കേക്ക്. തൊട്ടുപോർ തന്നെ. എനിക്ക് രാജുനെ കാണണ്ട. മാഡം, 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 നിക്ക് മാഡം. മാഡം, 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 ഋതിക മാഡം, 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 ബൈക്കിൽ കയറി മാഡം. ഒന്ന് വാ മാഡം. മാഡം, ദേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. മാഡം, മാഡം, മാഡത്തിന് എന്ത് സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ മാപ്പ് പറയാം. പ്ലീസ് മാഡം, എന്നോട് ഇങ്ങനെ കാണിക്കല്ലേ. മാഡം, വന്ന് വണ്ടി കയറി. മാഡം, പിണക്കം ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ ചെന്ന് പറഞ്ഞു തീർക്കാം. മാഡം, എന്റെ പൊന്ന് മാഡം, ഒന്ന് വാ. മാഡം, 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 വാ മാഡം. പറഞ്ഞില്ലേ? വേണുവേട്ടാ, വേണുവേട്ടാ, പ്രസവം വരെ ശ്രീമോളെ ഇങ്ങനെ അവിടെ നിർത്തിയാ മതിയോ? ഞാനും അത് ആലോചിക്കാഞ്ഞിട്ടല്ലടി. അവനോട് ഈ കാര്യം പറയുമ്പോ അവന്റെ മറുപടി ഓർത്തിട്ടാ എനിക്ക് പേടി. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരല്ലേ, വായെന്ന് എന്താ വരികയെന്ന് ആർക്കറിയാ. ഈ പക്വതയില്ലാത്ത കൊച്ചു പിള്ളേരോടൊക്കെ വഴക്കടിക്കാൻ എനിക്ക് വയ്യ. വഴക്കല്ലല്ലോ വേണുവേട്ടാ, നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നമ്മൾ പറയണ്ടേ? സ്വന്തം കുഞ്ഞിനെ ഒന്ന് കാണണമെങ്കിൽ ഒളിച്ചും പാത്തും ചെല്ലണം. അതാ അവസ്ഥ.